രാഹുൽ ഗാന്ധി കട്ടപ്പനയിൽ എത്തിച്ചേരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ഉണർവും ആവേശവും ജനിപ്പിക്കുമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. യുഡിഎഫിന്റെ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി നാളെ കട്ടപ്പനയിൽ എത്തുന്നത്. നാളെ 12:30 രാഹുൽ ഗാന്ധി കട്ടപ്പന നഗരസഭാ മൈതാനിയിലെത്തും. രാഹുൽ ഗാന്ധി എത്തുന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് പ്രവർത്തകർ കട്ടപ്പനയിലെത്തും. രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് എത്തുന്നവർ 1 മണിക്കൂർ മുൻപെങ്കിലും സ്റ്റേഡിയത്തിൽ എത്തണമെന്നും എങ്കിൽ മാത്രമേ സുരക്ഷാ പരിശോധന കഴിഞ്ഞ് അകത്ത് കയറാനാകൂ എന്നും നേതാക്കൾ അറിയിച്ചു. രാഹുൽ ഗാന്ധി എത്തുന്നതുമായി ബന്ധപ്പെട്ട് VIP സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിരീക്ഷണം നടത്തി. മോദിയും പിണറായിയും ഒന്നാണെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമെന്നും 25 വർഷക്കാലമായി ഇടുക്കിയെ പ്രതിനിധാനം ചെയ്യുന്ന റോഷി അഗസ്റ്റിന് അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചില്ലെന്നും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി കട്ടപ്പനയിൽ എത്തിച്ചേരുന്നത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെയധികം ഉണർവും ആവേശവും ജനിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാളെ കൃത്യം 12 മണിക്കാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടി കട്ടപ്പനയിൽ എത്തിച്ചേരുന്നത്. കട്ടപ്പന മുനിസിപ്പൽ മൈതാനിയിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ ഇടുക്കിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ റോയ് കെ പോലോസിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാട്ടിൻ്റെ സമസ്ത മേഖലയിലുമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞങ്ങൾ ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമെന്ന് പറയുന്നത് മോദിയും പിണറായി വിജയനും ഒന്നാണ് എന്നുള്ളതാണ്. എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ റിമോട്ട് കൺട്രോളിലൂടെ കൺട്രോൾ ചെയ്യുന്നത്, അതേ നിലയിലാണ് നരേന്ദ്രമോദി പിണറായി വിജയനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. BJPയും CPMും തമ്മിലുള്ള ഒത്തുചേരൽ വളരെ സ്പഷ്ടമാണ്. SNC ലാവ്ലിൻ കേസ് 42 പ്രാവശ്യമാണ് പരമോന്നത സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു അപൂർവത ഒരു കേസ് സുപ്രീം കോടതിയിൽ ഇത്രയും തവണ മാറ്റിവെച്ചു, യാതൊരു കാരണവുമില്ല. മാത്രമല്ല നിരവധി കാര്യങ്ങൾ, ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്ന കാര്യമാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളിലെല്ലാം BJPയുമായി ഒത്തുചേർന്നുകൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. BJPക്കാണെങ്കിൽ സംസ്ഥാനത്ത് CPMൻ്റെ ഒരു അധികാര തുടർച്ച ഉണ്ടായാലും യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള നിലയാണ്. ധാരാളം നിയോജക മണ്ഡലങ്ങളിൽ BJP CPMനെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിലും BJPക്ക് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും 2020 പോലെയുള്ള അപ്രധാനമായ പല ഘടകകക്ഷികൾക്കും അവർ തീരെഴുതി കൊടുത്തത് വ്യാപകമായി BJP വോട്ടുകൾ CPMലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യുപകാരമായി BJPയെ 2-3 കേന്ദ്രങ്ങളിൽ വിജയിപ്പിച്ചു കൊടുക്കാം എന്നുള്ള ആ ഒരു വാക്കാണ് CPIM നൽകിയിട്ടുള്ളത്. അപ്പോൾ SDPI പോലെയുള്ള സംഘടനകളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഒരു കാര്യത്തിൽ തർക്കം വേണ്ട, CPM വലിയ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ വ്യക്തതയുള്ള നിലപാടുമായി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും UDFൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥിമാരും വിജയിച്ചു വരേണ്ടത് ആവശ്യമാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹെലികോപ്റ്ററിൽ കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ മൈതാനത്ത് എത്തുന്ന രാഹുൽ ഗാന്ധി 12:30 നഗരസഭാ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുക്കും. പൊതുസമ്മേളനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.